Hello friends. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. സോ നമ്മൾ ഓൾറെഡി ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. അപ്പൊ അത് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരിക. സോ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നോക്കി. ഇനിയിപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമുക്കിപ്പം ഇവിടെ ഞാൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സും അതിന്റെ ഫാക്ടേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സും അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ കാണിച്ചിട്ടുണ്ട്, റൈറ്റ്? അതുപോലെ ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ 1 എടുക്കുകയാണെങ്കിൽ 1ന് ആകെപ്പാട് ഒരു ഫാക്ടറി ഉള്ളൂ, കാരണം 1 times 1 മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. സോ 1 is the only factor, right? സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സും 1 ആണ്. ഇനിയിപ്പോ 2 എടുക്കുകയാണെങ്കിൽ 1 times 2 നമുക്ക് 2 കിട്ടും. പിന്നെ 2 കിട്ടാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അതായത് 1 and 2 അതാണ് 2ന്റെ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. 3 എടുക്കുകയാണെങ്കിൽ 1 times 3 എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ 1 and 3 അഗെയിൻ 2 ഫാക്ടേഴ്സ് ആണ് 3ന് വരുന്നത്. 4 കിട്ടാൻ 1 times 4 ഉണ്ട്, അതുപോലെ 2 times 2 ഉണ്ട്. സോ 1, 2, 4 3 ഫാക്ടേഴ്സ് കിട്ടി. 5ന് അഗെയിൻ യു ക്യാൻ സി 1 and 5, സോ 2 ഫാക്ടേഴ്സ്. സോ ബേസിക്കലി നിങ്ങൾ ചില നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 2 ഫാക്ടേഴ്സ് മാത്രമേ അതിനുള്ളൂ, റൈറ്റ്? സോ ആ ഒരു കേസസിലാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് 2 എടുക്കുകയാണെങ്കിൽ 2ന് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് 1ഉം പിന്നെ ആ നമ്പറും 2, റൈറ്റ്? സോ 2 ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അതുപോലെ 3 എന്ന് പറയുന്നതും 1 and 3 എന്ന് പറയുന്നതേ ഉള്ളൂ. സോ 3 എന്ന് പറയുന്നതും പ്രൈം നമ്പർ ആണ്. സോ എക്സെപ്റ്റ് 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 1 is neither prime nor composite. Clear? 2, 3 പിന്നെ 5 എടുക്കുകയാണെങ്കിൽ 5നും 2 ഫാക്ടേഴ്സ്, അതായത് 1ഉം ആ ഒരു നമ്പറും. സോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പേഴ്സ് ഹാവിംഗ് ഫാക്ടർ 1 and the number itself, അതാണ് പ്രൈം നമ്പേഴ്സ്. അതായത് 1 മാറ്റിയിട്ടുള്ള വേറെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന് 2 ഫാക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ. അതിൽ ഒരു ഫാക്ടർ എന്താണ്? 1 ആണ്, മറ്റേ ഫാക്ടർ ആ സെയിം നമ്പർ, അതാണ് പ്രൈം നമ്പർ. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ 11 എടുക്കുകയാണെങ്കിൽ 11 കിട്ടാനുള്ള ആകെയുള്ള ഓപ്ഷൻ എന്താണ്? 1 times 11 ആണ്. സോ 11 വരുന്ന ആകെയുള്ള ഫാക്ടേഴ്സ് 2 എണ്ണം 1 and 11 ആണ്. സോ ഇത് പ്രൈം നമ്പർ ആണ്. വെറസ് നിങ്ങൾ 10 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 4 ഫാക്ടേഴ്സ് ഉണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ അതിന് കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയും. ക്ലിയർ? സോ ഇപ്പൊ ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പറിന് ആകെപ്പാടെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ, അതായത് 1ഉം പിന്നെ ആ നമ്പർ തന്നെ, റൈറ്റ്? ആ ഒരു കേസിൽ നമ്മൾ അതിന് പ്രൈം നമ്പർ എന്ന് പറയും. വെറസ് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ക്ലിയർ? 1 എന്ന് പറയുന്നത് ഈ 2 കാറ്റഗറിയിലും വരില്ല. 1 is neither prime nor composite. Understood? പിന്നെയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഓഡ് ആൻഡ് ഈവൻ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 2 ഉണ്ട്, 4, then you have 6, 8, right? 10, 12. സോ 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. വി സ്റ്റാർട്ട് വിത്ത് 2, ഓക്കെ? 2, 4, 6, 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. വെറസ് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും ഓഡ് ആണ്. അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1, പിന്നെ 3, 5, 7, 9, റൈറ്റ്? സോ ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ്, അതായത് നമ്മുടെ 2ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സ്. ക്ലിയർ? സോ ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് ആണ് വേറൊരു ടോപ്പിക്. ഇവിടെ ഇപ്പൊ നിങ്ങൾ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് ഓൾറെഡി ചെയ്തു. അപ്പം അതിൽ നമുക്ക് കാണാം സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ്? സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ 2 എന്താണ്? ഈവൻ ആണ്. ക്ലിയർ? ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് 3, 5, 7, 9, 9 അല്ല 11, റൈറ്റ്? ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് യു ഹാവ് 3, 5, 7 പിന്നെ 11. ഈ ഒരു പ്രൈം നമ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഓഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സോ 2 ഒഴികെ ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് ഓഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്താണ്? ഈവൻ നമ്പർ. സോ ഇത്രയും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് 3.2 ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം എക്സസൈസ് 3.2 വരുന്നത്. സോ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി സം ഓഫ് any 2 odd numbers,
റൈറ്റ്. സം ഓഫ് എനി ടു ഓഡ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ എടുക്കുക. ഇപ്പം എക്സാമ്പിൾ എന്താണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഓഡ് നമ്പർ ആണ്, അതുപോലെ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, റൈറ്റ്. സോ ഈ ഒരു രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ സം ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 + 3 = 4, റൈറ്റ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഈവൻ നമ്പർ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 and നമുക്കറിയാം 4 ഈവൻ നമ്പർ ആണ്, റൈറ്റ്. 2 + 4 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 6 ആണ്. സോ 2 + 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഈവൻ നമ്പേഴ്സ് ആണ്, റൈറ്റ്. സോ നിങ്ങളിപ്പം രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സം എടുത്താലും അല്ലെങ്കിൽ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ സം എടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഈവൻ നമ്പർ തന്നെയാണ്. ക്ലിയർ? സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ സെക്കൻഡ് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ അതിൽ വരുന്ന എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ്. സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഓഡ് ആണ്, 3 ഓഡ് ആണ്, അതുപോലെ 5, റൈറ്റ്. സം ഓഫ് 1, 3, 5. സോ 1 + 3 + 5. ഈ ഒരു 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 6, 7, 8, 9 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 9 ആണ്. സോ അത് ഈവൻ നമ്പർ ആണ്. 9 എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഓഡ് ആണ്, ഈവൻ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ക്ലിയർ? ഇനിയിപ്പം ബി നോക്കുകയാണെങ്കിൽ ബിയിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 2 ഓഡ് നമ്പർ ആൻഡ് 1 ഈവൻ നമ്പർ. അതായത് 2 ഓഡ് നമ്പേഴ്സ് എടുക്കുക, 1 and 3, 2 ഓഡ് നമ്പേഴ്സും പ്ലസ് ഒരു ഈവൻ നമ്പർ, അതായത് 2 ഈവൻ നമ്പർ. സോ 1 + 3 + 2 ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്താണ്? 5, 3 + 1 4, 4 + 2 6. നമുക്ക് കിട്ടുന്ന റിസൾട്ട് 6 ആണ്. സോ നമ്മൾ രണ്ട് ഓഡ് നമ്പേഴ്സും 1 ഈവൻ നമ്പറും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈവൻ തന്നെയാണ്, റൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ക്ലിയർ? സോ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ അതുപോലെ എടുത്തിട്ട് അതിന്റെ സം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇപ്പൊ സി ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 3 ഓഡ് നമ്പർ. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. 3 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 × 3 × 5, റൈറ്റ്. 3 ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 1 × 3 3 ആണ്, 3 × 5 15 ആണ്. സോ ഈ ഒരു 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 15 ആണ്. അതുപോലെ 15 എന്ന് പറയുന്ന റിസൾട്ട് എന്താണ്? ഓഡ് തന്നെയാണ്, റൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റിസൾട്ടും നമുക്ക് ട്രൂ ആയിട്ടാണ് കിട്ടുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 2. സോ ഞാനിവിടെ രണ്ട് ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് ഡിവിഷൻ ചെയ്ത് നോക്കി 2ന്റെ കൂടെ. അതായത് ഇപ്പം 2 എന്ന് പറയുന്ന ഈവൻ നമ്പർ 2 / 2 ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? 1 ആണ്. അതുപോലെ 4 എന്ന് പറയുന്ന ഈവൻ നമ്പർ ഡിവൈഡ് ബൈ 2 ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് 2 ആണ്. സോ ഫസ്റ്റ് കേസിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? ഓഡ് നമ്പർ ആണ്. സെക്കൻഡ് കേസിൽ ഈവൻ നമ്പർ. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വോഷ്യൻ ഈസ് ഓൾവേസ് ഓഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ക്ലിയർ? കാരണം നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ചില കേസിൽ നമുക്ക് ഓഡ് കിട്ടുന്നുണ്ട്, ചില കേസിൽ നമുക്ക് ഈവൻ കിട്ടുന്നുണ്ട്, റൈറ്റ്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ്. പ്രൈം നമ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ആ 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്, ഓഡ് അല്ലല്ലോ. സോ ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം നമുക്ക് 2 എന്ന് പറയുന്ന ഈ പ്രൈം നമ്പർ ഈവൻ ആണ്. ക്ലിയർ? ഇനിയിപ്പം എഫ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൈം നമ്പേഴ്സ് ഡു നോട്ട് ഹാവ് എനി ഫാക്ടേഴ്സ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൈം നമ്പേഴ്സിന് ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1ഉം പിന്നെ ആ ഒരു നമ്പർ തന്നെ. അതായത് 2 എടുക്കുമ്പോൾ 2ന്റെ ഫാക്ടർ എന്താണ്? 1 and 2. 3 എടുക്കുമ്പോൾ 3ന്റെ ഫാക്ടർ 1 and 3. കാരണം 1ഉം 3ഉം വെച്ചിട്ട് മാത്രമേ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് അത് എന്താ? 2 ഫാക്ടേഴ്സ് മാത്രം. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മുടെ എഫ് ഇവിടെ എന്താണ്? നമുക്ക് ഫോൾസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ജി ക്വസ്റ്റ്യൻ നോക്കാം. ജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഈവൻ. ഇപ്പൊ 2 പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം പ്രൈം നമ്പർ 2 ആണ് സ്മോളസ്റ്റ് 1, പിന്നെ അതുപോലെ നമുക്ക് 3ഉം പ്രൈം നമ്പർ ആണ്, റൈറ്റ്. സോ 2 + 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 5 ആണ്, റൈറ്റ്. സോ നമുക്ക് അവിടെ കിട്ടിയ നമ്പർ ഓഡ് ആണ്, റിസൾട്ട് ഓഡ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സം ഓഫ് 2 പ്രൈം നമ്പർ ഈസ് ഓൾവേസ് ഈവൻ എന്ന്
പറഞ്ഞിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഫോൾസ് ആണ് ഇവിടെ. കാരണം നമ്മൾ സം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഈവൻ ആണ്, റൈറ്റ്? ഇനിയിപ്പം എച്ച് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 2 ഈസ് ദി ഓൺലി ഈവൻ പ്രൈം നമ്പർ. ആ ഒരു കേസ് ട്രൂ ആണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ, അതുപോലെ തന്നെ 2 ആണ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. പിന്നെ വരുന്നത് 3, അതുപോലെ 5, 11 ഒക്കെ പ്രൈം നമ്പേഴ്സ് ഓഡ് ആണ്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഐ നോക്കുകയാണെങ്കിൽ ഐയിൽ പറഞ്ഞിരിക്കുന്നത് all even numbers are composite numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത്. all even numbers composite എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്, റൈറ്റ്? ബട്ട് 2 എന്താണ്? പ്രൈം ആണ്. 2 is the only even number which is prime. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും false ആണ്. ക്ലിയർ? Product of two even numbers is always even. നിങ്ങൾ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, അതായത് 2 times 4 ചെയ്യുകയാണെങ്കിൽ, രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും എന്താണ്? ഈവൻ ആണ്. ഓൾവേസ് ഈവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2-3 എക്സാമ്പിൾസ് എടുത്ത് നോക്കുക. അതായത് ഇപ്പം ഞാൻ 4ഉം മേ ബി 6 ഈസ് ഓൾസോ ഈവൻ നമ്പർ. 4 times 6 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 24. സോ എപ്പോഴും നിങ്ങൾ ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഈവൻ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജെ പറഞ്ഞിരിക്കുന്ന കാര്യം ട്രൂ ആണ്. ക്ലിയർ? സോ നമ്മളിവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.